വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത്. ഇന്ന് BJP സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കൂടി കടക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി നാളെ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. കീഴ്ഘടകങ്ങളിൽ നിന്ന് ശേഖരിച്ച പട്ടിക പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് സമിതി നൽകുന്ന പട്ടിക പരിശോധിച്ച ശേഷം അന്തിമ പട്ടിക മാർച്ച് ആദ്യം പ്രഖ്യാപിക്കും. ചുരുക്കത്തിൽ അതിവേഗം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ് BJP. വിസ്മയങ്ങൾ ഉണ്ടാവുമോ വി എസ് രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആകാംക്ഷയും അതുപോലെ തന്നെ സർപ്രൈസ് സ്ഥാനാർത്ഥികളുണ്ടോ എന്നുള്ള ആകാംക്ഷയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും BJP സ്ഥാനാർത്ഥി നിർണയത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടം എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ നിന്ന് ജില്ലാ അടിസ്ഥാനത്തിൽ, റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിൽ നാമനിർദ്ദേശം അല്ലെങ്കിൽ അവിടെ നിന്നുള്ള അഭിപ്രായ ശേഖരണമാണ്. അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നും ഓരോ മണ്ഡലത്തിലേക്കായി 3 അംഗ പട്ടിക സ്വീകരിക്കും. ആ പട്ടിക 3 അതിലധികമോ അംഗങ്ങളുണ്ടാവാം. ആ പട്ടിക പരിശോധിച്ച് സംസ്ഥാന നേതൃത്വം കൂട്ടിലോ കിഴിക്കലോ നടത്താം. ഒന്നുകിൽ ആരെങ്കിലും പേരുകൾ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ ആരുടെയും പേരുകൾ വെട്ടി മാറ്റാം. അതൊക്കെ നടത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമിതിയുണ്ട്. ആ തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗമാണ് നാളെ ആദ്യമായി ചേരാൻ വേണ്ടി പോകുന്നത്. ആ 17 അംഗ തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കുന്ന പട്ടികയായിരിക്കും കേന്ദ്ര പാർലമെന്ററി ബോർഡിന് സമർപ്പിക്കുക. കേന്ദ്ര പാർലമെന്ററി ബോർഡായിരിക്കും അന്തിമ പട്ടിക. അത് മാർച്ച് ആദ്യവാരത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇപ്പോഴും നിശ്ചയമില്ലാത്തതുണ്ട്. ചില മണ്ഡലങ്ങളിൽ നിശ്ചിതമായതുണ്ട്. ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണെന്നും കഴക്കൂട്ടത്ത് വി മുരളീധരനാണെന്നും കാട്ടാക്കടയിൽ PK കൃഷ്ണനാണെന്നും തിരുവല്ലയിൽ അനൂപ് ആന്റണി ആണെന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രവചിക്കാവുന്നതാണ്. പക്ഷേ ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ തൃശ്ശൂരിൽ MT രമേശ് വരുമോ, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ട് നേതാവ് വരുമോ, ജേക്കബ് തോമസ് വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പാലക്കാട് അവിടെ ഏറ്റവും കൂടുതൽ പ്രാദേശികവാദം നിലനിൽക്കുന്നു. പ്രശാന്ത് ശിവൻ അവിടെ വരുമോ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരുമോ, ചെങ്ങന്നൂരിൽ ആര് വരും, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ ഉത്തരം നാളത്തോടു കൂടി ആകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനം പൂർണ്ണമായും കേന്ദ്ര പാർലമെന്ററി ബോർഡ് അംഗീകരിച്ചില്ലെങ്കിലും ഒരു 90-99% കേന്ദ്ര പാർലമെന്ററി ബോർഡ് ആ തെരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനമായിരിക്കും അംഗീകരിക്കുക.